മഹത്വം ദൈവത്തിന് മാത്രം. ബൈബിൾ വായനയിൽ ഞാൻ 2ാം തവണയാണ് പങ്കെടുക്കുന്നത്. ഈ വട്ടം ഞാൻ ബൈബിള് വായനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ജോലി കിട്ടുക എന്നത്. ഞാനൊരു നേഴ്സാണ്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും എനിക്കതൊരു സന്തോഷമോ സമാധാനമോ ജോലിയിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് ഈ ബൈബിൾ വായനയിൽ മുന്നേ എനിക്കൊരു കൺഫർമേഷൻ ജോലി കിട്ടണം എന്നുള്ളത്. എല്ലായിടത്തും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്കൊന്നും അങ്ങ് ശരിയാവുന്നില്ല. ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 3ാമത്തെ ദിവസം എനിക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് കൺഫർമേഷൻ ലെറ്റർ വന്നു, ഓഫർ ലെറ്റർ അയച്ചു, ജാനുവരിയിൽ ജോലിക്ക് കയറണമെന്ന് എന്ന രീതിയിൽ. 2ാമത് കഴിഞ്ഞ വട്ടം വായിക്കുമ്പോഴെല്ലാം എനിക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഈ വട്ടം ദൈവമേ ഞാൻ വായിക്കുമ്പോൾ യാതൊരുവിധ തടസ്സവും ഒരു ഫോണൊന്നും വരരുതേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് ഈ വട്ടം വായിച്ചപ്പോൾ യാതൊരുവിധ ഫോൺ കോളോ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്തില്ല. അരമണിക്കൂർ എന്നുള്ള ബൈബിൾ വായന ഞാൻ വെറും 10 മിനിറ്റ്സ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഒഴുക്കോടെ എനിക്ക് വായിക്കാൻ പറ്റി. ലാസ്റ്റ് ദിവസം 4ാമത്തെ ദിവസം ഞാൻ വായിക്കാനിരിക്കുമ്പോൾ എനിക്ക് തടവറയിൽ അത്ഭുതം തുടങ്ങിയാണ് കിട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ജാസ്മിൻ്റെ സ്മെല്ല് എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു. നല്ല ഒഴുക്കോടെ കൂടെ ബൈബിൾ വായിക്കാനും എനിക്ക് വല്ലാതെ അങ്ങ് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപ കിട്ടി. ദൈവമേ, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നതിനോർത്ത് യേശുവിനെ ഞാനങ്ങെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോസ് മാം ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് ചേർത്തതിനെ ഓർത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.